നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയണമെങ്കിൽ ക്രിപ്റ്റ് അനാലിസിസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജിനെ അറ്റാക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണം. അതിൻ്റെ കോഡിനെ എന്താണ്, ഒരു മെസ്സേജിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, അതിൻ്റെ കോഡ് ബ്രേക്ക് ചെയ്യണതിനെ കോഡ് ബ്രേക്ക് ചെയ്യുക. ഈ കോഡ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് കുറേ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡിനെ ബ്രേക്ക് ചെയ്യാം. അങ്ങനെ ഈ കോഡിനെ ബ്രേക്ക് ചെയ്യണ കുറേ മെത്തേഡ് ഉണ്ടാവും. ഈ മെത്തേഡിനൊക്കെ കൂട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രിപ്റ്റ് അനാലിസിസ് എന്നുള്ളത്. അതായത് അതിനെക്കുറിച്ച് പഠിക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രേക്ക് എങ്ങനെ, ഈ കോഡിനെ എങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് പഠിക്കുന്നതിനെ പറഞ്ഞ പേരാണ് എന്ത്, ക്രിപ്റ്റ് അനാലിസിസ് എന്നുള്ളത്. അത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യണത് 4 തരം അറ്റാക്കാണ്. ഒന്നാമത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റ് അറ്റാക്കാണ്. രണ്ടാമത്തത് പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്കാണ്. മൂന്നാമത്തത് ചൂസൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്കാണ്. നാലാമത്തത് ചൂസൺ സൈഫർ ടെക്സ്റ്റ് അറ്റാക്കാണ്. ഇതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ അറ്റാക്കൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞതെങ്കിൽ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്താ ടേബിൾ? പ്രോബബിലിറ്റി ടേബിളാണ്. ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് 26 ലെറ്റേഴ്സിൻ്റെയാണ്. ഓക്കെ, അതായത് അതെന്ത് ചെയ്യുന്ന, നമ്മളൊരു മെസ്സേജ് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആ മെസ്സേജിൽ എൻ്റെ പ്രോബബിലിറ്റി നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ നിങ്ങളെ ഡിഗ്രി ലെവലിൽ നിങ്ങൾ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ടാവും. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എ വരാനുള്ള സാധ്യത. അതായത് ഒരു വേർഡ് എഴുതുമ്പോൾ അതിൽ എ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.082 ആണ്. പിന്നെ ഇ വരാനുള്ള സാധ്യത എത്രയാണ്? 0.127 ആണ്. അങ്ങനെ ഓരോ ലെറ്ററിൻ്റെയും പ്രോബബിലിറ്റി ഇവിടെ എന്ത് ചെയ്തിരിക്കണ്, നമ്മൾ ഈ ടേബിളിൽ ഡിസ്കസ് ചെയ്തിരിക്കണ്. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഇതിന് നോട്ട് ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ആൾ നോക്കുക, ഇ എന്നുള്ള ലെറ്റർ നോക്കുക. ഇ എന്നുള്ള ലെറ്ററാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്. ഏതാണ്? 0.127 ആണ്. പിന്നെ നമ്മൾ വേറെ 6 നോക്കുക. അങ്ങനെ കുറേ എല്ലാ ലെറ്ററിനും നോക്കുക. അതിൽ ഇ എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. കാരണം ഇ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ലെറ്റർ എന്നുള്ളത് 26 ലെറ്ററിൽ. ഓക്കെ, നെക്സ്റ്റ് ഈ 26 ലെറ്ററിനകത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചാൽ 5 രൂപത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ ആൾ ഇ, ഇതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 0.120. അതായത് ഏറ്റവും കൂടുതൽ വരുന്ന ഒന്നാമത്തെ ആളാണ് ഇ എന്നുള്ളത്. രണ്ടാമത്തത് 0.06 മുതൽ 0.09 വരെ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആരൊക്കെയാണ്? ആ ലെറ്ററുകൾ കംപ്ലീറ്റ് എടുത്ത് എഴുതിയിരിക്കുകയാണ്. TAOINSHR എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ അതിനേക്കാളും കുറഞ്ഞത് ഏതാണ്? 0.04 വരെ ഉള്ളത് 2 ലെറ്റർ ഡിയും എല്ലും. അതേപോലെ പിന്നെ 0.015 മുതൽ 0.028 വരെ വരുന്ന ആൾക്കാരെ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതേപോലെ 0.01 വരുന്നത് ആരൊക്കെ? ലെസ് ദാൻ 0.01 എന്ന് പറയുകയാണെങ്കിൽ 0യും 0. അതിൻ്റെ ഇടയിലും വരുന്ന ആൾക്കാരെ ഒന്ന് ക്ലാസിഫൈ ചെയ്തേക്കാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈഗ്രാം ആൻഡ് ട്രൈഗ്രാം എന്നുള്ളതാണ്. അത് ഡൈഗ്രാം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് ജനറലായിട്ട് അടുപ്പിച്ച് വരുന്ന ചില വേർഡുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്, ഹി, ഇൻ, ആൻ, റീ, ഇൻഡ്, ഓൺ, എസ്, സ്റ്റ്, അങ്ങനെയുള്ള കുറേ വേർഡുകളുണ്ട്. നമ്മൾ ലെറ്ററിൽ എഴുതി പോകുമ്പോൾ അടുപ്പിച്ച് വരാനുള്ള സാധ്യത ഉള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈഗ്രാം എന്നുള്ളത്. ഓക്കെ, ഇനി ട്രൈഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എഴുതുമ്പോൾ ആ ടെക്സ്റ്റിൽ അടുപ്പിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലെറ്ററുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദ, ഇൻ, ആൻഡ്, അങ്ങനത്തെ കുറേ വേർഡുകളുണ്ട്. ആ വേർഡുകളിൽ ഒക്കെ എന്ത് വരും? നമ്മൾ ആ ലെറ്റർ അടുപ്പിച്ച് തന്നെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ആ വേർഡിനൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രൈഗ്രാംസ് എന്നുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റ് അനാലിസിസ് ഓഫ് അഫൈൻ സൈഫറാണ്. അതായത് അഫൈൻ സൈഫറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ എൻ സൈഫറും ഡി സൈഫറും ചെയ്യുന്നതിനെ അറ്റാക്ക് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു ടേബിളും കൂടി ഉണ്ട്. അത് ഫ്രീക്വൻസി ഒക്കറൻസ് ഉള്ള ഒരു ടേബിളാണ്. 26 ആൽഫബറ്റിക്കിലെ
ഫ്രീക്വൻസീൻ്റെ ടേബിളാണ്. ഈ ടേബിൾ നിങ്ങൾ ഇതേപോലെ പഠിക്കുക. അതായത് എക്ക് ഇപ്പോൾ നമ്മളൊരു വേർഡ് എഴുതുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ ഫ്രീക്വൻസി എന്ന് പറയുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അതായത് റിപ്പീറ്റ് ചെയ്യണ നമ്പർ, റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഫ്രീക്വൻസി എന്ന് പറയാം. ഇപ്പോൾ ഒരു വേർഡ് എഴുതുകയാണെങ്കിൽ ആ വേർഡിൽ എ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അതുപോലെ ബി എന്നുള്ളത് എത്രയാണ്? 1 ആണ്. അതുപോലെ ജെ എന്നുള്ളത് എത്രയാണ്? 0 ആണ്. അതുപോലെ സെഡ് എന്നുള്ളത് എത്രയാണ്? 0 ആണ്. അതായത് ഒരു വേർഡ് എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്ത് കാരണം ഈ ലെറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസികളാണ്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. അതായത് നമ്മൾ പറഞ്ഞത് എന്താണ്, ക്രിപ്റ്റ് അനാലിസിസ് ഓഫ് അഫൈൻ സൈഫറാണ്. അപ്പോൾ അഫൈൻ സൈഫറിൽ നമ്മൾ ഈ ഫ്രീക്വൻസി ടേബിളും കൂടി നമ്മൾ പഠിക്കുക. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ സൈഫർ ടെക്സ്റ്റ് ഒബ്റ്റൈനഡ് ഫ്രം ആൻ അഫൈൻ സൈഫർ, ഈ ഒരു ഇതാണ് നമ്മളെ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എൻസൈഫർ അല്ലെ ഡീസൈഫർ ചെയ്തിട്ട് ഇതിൻ്റെ നമുക്ക് എന്ത് കിട്ടണം, സൈഫർ ടെക്സ്റ്റ് കിട്ടണം. ഓക്കെ, ഇവിടെ തന്നത് എന്താണ്? പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഇവിടെ തന്നത് നമ്മളെ സൈഫർ ടെക്സ്റ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ കീയോ അങ്ങനെയുള്ള ഒരു കാര്യം തന്നിട്ടില്ല. പക്ഷെ എന്നിട്ട് നമ്മളിത് എന്തിനെ കാണണം, ഇതിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് കാണണം. ഓക്കെ, സൈഫർ ടെക്സ്റ്റാണ് ഇവിടെ തന്നതുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവിടെ 57 ലെറ്ററുകളുണ്ട്. 57 ലെറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ലെറ്ററിൽ ഏറ്റവും കൂടുതൽ വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞത് ആരാണ്? 6 ആണ്. 6 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 8 പ്രാവശ്യം വരുന്നുണ്ട്. അതേപോലെ ഡി എന്നുള്ളത് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 7 പ്രാവശ്യം വരുന്നുണ്ട്. അതുപോലെ ഇ എച്ച് കെ എന്നുള്ളത് എത്ര ആൾ വരുന്നുണ്ട്? 5 പ്രാവശ്യം വരുന്നുണ്ട്. അതുപോലെ എഫ് എസ് വി എന്നുള്ളത് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 4 പ്രാവശ്യം വരുന്നുണ്ട്. ഓക്കെ, നോക്കുക. ഇനി നമുക്കിവിടെ കീ തന്നിട്ടില്ല. നമുക്ക് കീ തന്നിക്കണമെങ്കിൽ ഇതിൻ്റെ എൻ സൈഫറും ഡി സൈഫറൊക്കെ നമുക്ക് അഫൈൻ സൈഫറിൻ്റെ കാണാൻ നമുക്കറിയാം. പക്ഷേ ഇവിടെ കീ തരാത്തത് കൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ കാണുകയെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മളെ ടേബിളിൽ പഠിച്ചതാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്? 6 ആണ് അല്ലേ? അപ്പോൾ നമ്മളെ ഈ പ്രോബബിലിറ്റി ടേബിളിൽ നമുക്ക് നോക്കുക. ഇതിൽ ഏറ്റവും പ്രോബബിലിറ്റി ടേബിൾ ഈക്കാണ് ഏറ്റവും കൂടുതൽ അല്ലേ? അപ്പോൾ നമ്മൾ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണ് എടുക്കേണ്ടത്? ഇ ആണ് എടുക്കേണ്ടത്. ഓക്കെ, 6ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആരാണ് ചൂസ് ചെയ്യേണ്ടത്? ഇ ആണ് ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത് വരുന്നത് ഡി ആണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ഡി ആണ്. ഡി 7 പ്രാവശ്യം വരുന്നുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതാണ്? ടി ആണ്. കാരണം ടീൻ്റെ പ്രോബബിലിറ്റി നോക്കുക. ടീൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത് എത്രയാണ്? ടീൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.091 ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്? 0.091 വരുന്നത് ടി ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണോ, ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്? 6 ആണ്. ആ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആരെടുത്തു? ഈനെടുത്തു. അതേപോലെ ഡിക്കാണ് പിന്നെ വരുന്നത്. ആ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആരെടുത്തു? ടി എടുത്തു. നമുക്കറിയാം ഈ രണ്ട് ഇതിൻ്റെ ഇപ്പോൾ നോക്ക്, ടി എന്നുള്ളത് എത്രയാണ്? ഇ എന്നുള്ളത് നമ്മൾ 4 ആണ്. നമ്മളെ ന്യൂമറിക്കലി ഇക്വാലൻ്റ് ആക്കുമ്പോൾ ഇ എന്നുള്ളത് 4 ആണ്. ടി എന്നുള്ളത് എത്രയാണ്? 19 ആണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ എൻ സൈഫറും ഡി സൈഫറും കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇ കെ ഓഫ് 4 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടണം? 17 കിട്ടണം. ഓക്കെ, അതായത് 6ന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണ്? 17 ആണ്. അതുപോലെ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണ്? 3 ആണ്. അതായത് നമ്മൾ നോക്കുക, 6 എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മളെ ഈ മെസ്സേജിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മെസ്സേജിൽ 6 ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ പ്രോബബിലിറ്റി ടേബിളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ആരാണ്? ഇ ആണ്. അപ്പോൾ നമ്മൾ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് ആരെടുത്തു? ഇ എടുത്തു. ഓക്കെ, പിന്നെ രണ്ടാമത് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഡി ആണ്. ആ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ടേബിൾ ആരാണുള്ളത്? ടി ആണുള്ളത്. അപ്പോൾ നമ്മൾ ഈ 6ൻ്റെയും ഇൻ്റെയും ഡിൻ്റെയും ടീൻ്റെയും ന്യൂമറിക്കലി ഇക്വാലൻ്റ് എഴുതി കഴിഞ്ഞാൽ ഇ എന്നുള്ളത് എത്രയാണ്? 4 ആണ്. ഡി എന്നുള്ളത് എത്രയാണ്? 3 ആണ്. ടി എന്നുള്ളത് എത്രയാണ്? 19 ആണ്. ആർ എന്നുള്ളത് എത്രയാണ്? 17 ആണ്.
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ സൈഫറിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക? ഇ കെ ഓഫ് 4 is equal to എന്ത് വരും? 17 അല്ലേ? അതേപോലെ ഇ കെ ഓഫ് 19 ഈക്വൽ ടു എത്ര വരും? 3 വരും. അപ്പോൾ നമുക്കറിയാം ഈ അഫൈൻ സൈഫറിൻ്റെ ഫോം എങ്ങനെയാണ്? എ എക്സ് പ്ലസ് ബി ആണ്. ഇ കെ ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ ആരാണ്? എ എക്സ് പ്ലസ് ബി ആണ്. ഈ എയും ബിയും നമുക്കറിയില്ല. അപ്പോൾ എയും ബിയും കണ്ടെത്തിയാൽ നമുക്ക് എന്തായി? ഇതിൻ്റെ ഡീസൈഫർ ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൻ്റെ എയും ബിയും കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എയും ബിയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 4a പ്ലസ് ബി ഈക്വൽ ടു 17 എഴുതാം. അതേപോലെ തന്നെ രണ്ടാമത്തേന്ന് എങ്ങനെ എഴുതാം? 19a പ്ലസ് ബി ഈക്വൽ ടു എത്ര എഴുതാം? 3 എഴുതാം. ഇത് രണ്ട് ഇക്വേഷൻ ആണല്ലോ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂ എത്ര കിട്ടും? 6ഉം ബീൻ്റെ വാല്യൂ 19ഉം ഇൻ Z26 കിട്ടും അല്ലേ? അതായത് ഇത് രണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് പഠിക്കുക. രണ്ട് സിസ്റ്റമാണ്. ആ രണ്ട് സിസ്റ്റം ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ 6 ബീൻ്റെ വാല്യൂ 19 കിട്ടും. എൻ്റെ വാല്യൂ 6 ആണ്, ബീൻ്റെ വാല്യൂ എന്താണ്? 19 ആണ്. GCD ഓഫ് A26 എന്ത് കിട്ടും? 2 ആണെന്ന് കിട്ടും. നമുക്കറിയാം അഫൈൻ സൈഫർ എന്താണ്? GCD ഓഫ് A,26 എന്താവണം? 1 ആവണം നമ്മളവിടെ പറഞ്ഞതാണ്. ഇവിടെ 2 ആയതുകൊണ്ട് ഈ ഹൈപ്പോത്തസിസ് എന്താണ്? ഇൻകറക്റ്റാണ്. കാരണം നമ്മൾ എടുത്തത് എന്തല്ല? അതായത് ഇക്ക് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരല്ല? ഇ അല്ല എന്നും അതേപോലെ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരല്ല? ടി അല്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തെടുക്കും? ഇ തന്നെ എടുക്കും. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആൾ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരെടുക്കും? ഇ എടുക്കും. അതേപോലെ പിന്നെ ഏറ്റവും യൂസ് ചെയ്തതാണ് ആര്? ഇ എന്നുള്ള ലെറ്റർ. ഇക്ക് കറസ്പോണ്ടിങ് ആരെടുക്കും? ടി എന്നെടുക്കും. ഓക്കെ, അതായത് സൈഫർ ടെക്സ്റ്റ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ആരെടുക്കും? ഇ എന്നെടുക്കും. അതേപോലെ സൈഫർ ടെക്സ്റ്റ് ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരെടുക്കും? നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ടി എന്നെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ ഇക്വേഷൻ എഴുതുക. അതായത് ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് 17, അതുപോലെ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3, അതേ ഇ കറസ്പോണ്ടിങ് ആയിട്ട് 4, അതുപോലെ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4, ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കിട്ടും? 19 കിട്ടും. അപ്പോഴും നമ്മളെ ഇക്വേഷൻ എഴുതുക. എന്ത് ഇക്വേഷൻ എഴുതുക? ഇ കെ ഓഫ് 4 ഈക്വൽ ടു 17 എന്നും അതേപോലെ ഇ കെ ഓഫ് 19 ഈക്വൽ ടു ആരും എഴുതുക? 4 എന്നുള്ള ഇക്വേഷൻ എഴുതുക. ഇതേപോലെ രണ്ട് സിസ്റ്റം കിട്ടും. എങ്ങനെ സിസ്റ്റം കിട്ടുക? അതായത് 4a പ്ലസ് ബി ഈക്വൽ ടു 17 എന്നും അതേപോലെ 19a പ്ലസ് ബി ഈക്വൽ ടു 4 എന്നുള്ളതും സോൾവ് ചെയ്യുക. ആ രണ്ട് സിസ്റ്റം സോൾവ് ചെയ്യുക. അങ്ങനെ സിസ്റ്റം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എൻ്റെയും ബീൻ്റെയും വാല്യൂ. എൻ്റെ വാല്യൂ 13 എന്നും കിട്ടും. എൻ്റെ വാല്യൂ 13 കിട്ടും. പക്ഷേ GCD ഓഫ് നമ്മൾ അവിടെയും കാണും. GCD ഓഫ് A,26 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ GCD എത്ര കിട്ടും? 13 കിട്ടും. അവിടെ GCD എന്തല്ല? 1 അല്ല. അപ്പോൾ ഈ ഹൈപ്പോത്തസിസ് എന്താണ്? പോസിബിൾ അല്ല. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇ എടുക്കും. എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരെടുക്കും? ടി എടുക്കും. എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ടി എടുക്കും. അപ്പോൾ നമ്മളെ ഏതൊക്കെയാണ്? ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇ ആണ്, പിന്നെ എച്ചിന് കറസ്പോണ്ടിങ് ആണ് ആര്? ടി എന്നുള്ളത്. അപ്പോൾ നോക്കുക, ആറിൻ്റെ വാല്യൂ ന്യൂമറിക്കൽ ഇക്വാലൻറ്റ് 17 ആണ്. ഇക്ക് കറസ്പോണ്ടിങ് ആരാണ്? 4 ആണ്. എച്ചിന് കറസ്പോണ്ടിങ് ആരാണ്? എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ എഴുതുക. പോലെ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 19 എഴുതുക. നമ്മൾ ഇതേപോലെ എൻ സൈഫറിൻ്റെ ഇക്വേഷൻ ഇ കെ ഓഫ് എക്സ് കാണുക. അങ്ങനെ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻ്റെ ആൻസർ എത്ര കിട്ടും? 8 കിട്ടും. 8 കിട്ടും. അപ്പോഴും GCD എന്തല്ല? GCD ഓഫ് A,26 1 അല്ല. അതുകൊണ്ട് ആ പോസിബിലിറ്റി ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. അടുത്തത് ഒരാണ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു ഇ എടുത്തു. കെക്ക് കറസ്പോണ്ടിങ് ആരും ടി എടുത്തു. കേക്ക് പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്? കെ ആണ്. അതുകൊണ്ട് കേക്ക് കറസ്പോണ്ടിങ് ആരെടുത്തു? ടി എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ആ എൻ സൈഫറിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എക്ക് നമ്മൾ എത്ര കിട്ടും? 3 കിട്ടും. ബിക്ക് നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? GCD ഓഫ് A,26
GCD ഓഫ് A,26 അതായത് GCD ഓഫ് 3,26 എത്ര വരും? 1 വരും. അപ്പോൾ ഇതിനെന്തുണ്ട്? ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കീ എന്ന് പറഞ്ഞത് ഏതാടുത്തു? കീ ഈക്വൽ ടു 3, 5 എന്നുള്ള കീ എടുത്തു. എന്നിട്ട് നമ്മൾ എന്തെടുക്കുക? അതായത് എൻ സൈഫർ EK ഓഫ് X ഈക്വൽ ടു എത്ര വരും? 3x + 5. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഇതിൻ്റെ എൻ സൈഫറിൻ്റെ ഇക്വേഷന്. പിന്നെ ഡി സൈഫറിൻ്റെ ഇക്വേഷൻ അഫൈൻ സൈഫറിൽ എങ്ങനെ വരും? അതായത് A ഇൻവേഴ്സ് ഓഫ് അറിയാലോ, അത് വെച്ച് ചെയ്താൽ ഇതിൻ്റെ DK ഓഫ് Y ഈക്വൽ ടു 9y - 90 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടും ഇതിൻ്റെ ഡി സൈഫർ ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടും. അങ്ങനെ ഡി സൈഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ മെസ്സേജ് കിട്ടും. ഓക്കെ.